നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. യുഎസിന്റെ മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. ഫ്ലോറിഡയിലെ ഗോൾഫ് ക്ലബിൽ ഗോൾഫ് കളിക്കുന്നതിനിടയിലാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. പ്രതി സമീപത്ത് പതിയിരിക്കുകയായിരുന്നു. ഇയാൾ പലതവണ ട്രംപിന് നേരെ നിറയൊഴിച്ചു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. എന്നാൽ FBI ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഇയാളെ കീഴ്പ്പെടുത്തിയെന്നുള്ള വാർത്തകളും പ്രചരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ ഇത് രണ്ടാം തവണയാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നത്. ട്രംപ് സുരക്ഷിതനാണെന്നും അക്രമിയെ കീഴ്പ്പെടുത്തിയെന്നും ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പിന്നീട് പ്രതികരിച്ചു. തനിക്ക് ആരോഗ്യപരമായ ഒരു കുഴപ്പവുമില്ലെന്നും കിംവദന്തികൾ നിരവധി പ്രചരിക്കുന്നുണ്ടെന്നും ട്രംപ് പിന്നീട് എക്സിൽ കുറിച്ചു. ഒന്നിനും തന്നെ തടയാനാകില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തന്റെ പ്രയാണത്തിൽ നിന്ന് തന്നെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ട്രംപ് എക്സിൽ കുറിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് വെടിവയ്പുണ്ടായത്. ക്ലബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പകുതി അടച്ചിട്ടിരിക്കുകയായിരുന്നു. തോക്കുമായി മറഞ്ഞിരുന്ന പ്രതി വേലിക്കെട്ടിന് പുറത്തു നിന്ന് പലതവണ ട്രംപിന് നേരെ വെടിയുതിർത്തു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഗോൾഫ് ക്ലബിൽ വെടിവയ്പുണ്ടായതായി ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പിന്നീട് പ്രതികരിച്ചു. പ്രതിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ വെടിവെച്ചുവെങ്കിലും SUV-യിൽ രക്ഷപ്പെട്ട പ്രതിയെ പിന്നീട് കീഴ്പ്പെടുത്തി. പ്രതി ഹവായ് സ്വദേശിയായ റയൻ വെസ്ലി റൌത്ത് ആണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഒരു AK-47 തോക്ക്, 2 ബാക്ക് പാക്കുകൾ, ഒരു GoPro ക്യാമറ തുടങ്ങിയവ പ്രതിയിൽ നിന്നും കണ്ടെടുത്തതായും FBI ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ട്രംപിനെ വധിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതി എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുക്രൈന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ക്യാമ്പയിൻ ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തി. ഇയാൾ ഉക്രൈന് വേണ്ടി സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമം പോലും നടത്തിയിരുന്നതായും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ജൂലൈ മാസം 14-ാം തീയതിയും ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായിരുന്നു. പെൻസിൽവാനിയയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപിന് നേരെ 20-കാരനായ ഒരു പ്രതി വെടിയുതിർത്തത്. ഡൊണാൾഡ് ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് വേദിയിൽ വീണ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ താങ്ങിയെടുത്താണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. മുഖത്ത് രക്തമൊലിപ്പിച്ച ട്രംപ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചത് അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ ട്രംപിന് മുൻതൂക്കം നേടാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ. എങ്കിലും കമലാ ഹാരിസ് സ്ഥാനാർത്ഥിയായതോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കഴിഞ്ഞ സംവാദത്തിൽ കമലാ ഹാരിസ് ട്രംപിനേക്കാൾ മേൽക്കോയ്മ നേടിയെന്ന് അമേരിക്കൻ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് ട്രംപിന് നേരെ രണ്ടാമത്തെ വധശ്രമം ഉണ്ടായിരിക്കുന്നത്.